ഹായ് സ്റ്റുഡൻസ്, തേർഡ് സ്റ്റാൻഡേർഡ് EVSലെ ഫസ്റ്റ് യൂണിറ്റാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിൻ്റെ പേര് ഗ്രീൻ എർത്ത്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ചപ്പ്, എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ, അപ്പോൾ ഹരിത ഭൂമി അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ ഭൂമിയെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ. ചാപ്റ്ററിന് തുടക്കത്തിൽ അവിടെ ഒരു പോം കൊടുത്തിട്ടുണ്ട്. ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. പോയി തൊട്ട് വരാനാണ് പറയുന്നത് ഒരു ലിറ്റിൽ ബേർഡിനോട്. അപ്പോൾ പോം നോക്കിയാലോ. Fly away, fly away, fly little bird. Go touch the green tree and come little bird. അപ്പോൾ ആദ്യം എന്താ ലിറ്റിൽ ബേർഡിനോട് പറയുന്നത്? ഫ്ലൈ അവേ, ഫ്ലൈ അവേ, നീ ദൂരത്തേക്ക് പറന്നു പോകൂ. എന്നിട്ട് എന്താണ്? ഗോ ആൻഡ് ടച്ച് ദ ഗ്രീൻ ട്രീ ആൻഡ് കം. അവിടെയുള്ള പച്ച കളറുള്ള മരത്തെ തൊട്ട് തിരിച്ചു വരാൻ പറയാണ്. വിച്ച് ട്രീ ഡിഡ് ദ ബേർഡ് ടച്ച്? ഏത് മരം ആയിരിക്കും ആ ബേർഡ് ടച്ച് ചെയ്തിട്ടുണ്ടാവുക? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? എന്തായിരിക്കും ആ മരത്തിൻ്റെ പേര്? ക്യാൻ യു ടെൽ ഇഫ് ഇറ്റ് ഇസ് ബിഗ് ഓർ സ്മാൾ? ആ ഒരു മരം വലുതാണോ അതോ ചെറുതാണോ എന്ന് പറയാമോ എന്ന് ചോദിക്കണം. ഇനി അടുത്ത സ്റ്റാൻസിൽ എന്താ പറയുന്നത്? ഫ്ലൈ അവേ, ഫ്ലൈ അവേ, ഫ്ലൈ ലിറ്റിൽ ബേർഡ്. വീണ്ടും ആ പക്ഷിയോട് പറക്കാൻ പറയാണ് അല്ലേ. ഗോ ടച്ച് ദ ഫ്ലവർ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. ഇപ്രാവശ്യം എന്താ പറയുന്നത്? പോയിട്ട് ആ ഫ്ലവറിനെ ടച്ച് ചെയ്തിട്ട് വരാനാണ്. ആദ്യം മരമാണ് തൊട്ട് വരാൻ പറഞ്ഞത്, ഇപ്പോൾ പൂവിനെയാണ് തൊട്ട് വരാൻ പറഞ്ഞത്. വിച്ച് ഫ്ലവർ ഡിഡ് ദ ബേർഡ് ടച്ച്? ആ ബേർഡ് ഏത് ഫ്ലവറിനെ ആയിരിക്കും ടച്ച് ചെയ്തിട്ടുണ്ടാവുക? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? എന്തായിരിക്കും ആ ഫ്ലവറിൻ്റെ പേര്? ക്യാൻ യു ടെൽ ദ കളർ ഓഫ് ദ ഫ്ലവർ? ആ ഒരു പൂവിൻ്റെ കളറ് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത സ്റ്റാൻസയിൽ ഫ്ലൈ അവേ, ഫ്ലൈ അവേ, ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. ലിറ്റിൽ ബേർഡിനോട് വീണ്ടും ദൂരേക്ക് പറന്ന് പോയിട്ട് ഇപ്രാവശ്യം ഒരു ലീഫ്, ഇല തൊട്ട് വരാനാണ് പറയുന്നത്. വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്? ബേർഡ് ഏത് ലീഫായിരിക്കും തൊട്ടിട്ടുണ്ടാവുക? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? എന്തായിരിക്കും അതിൻ്റെ പേര്? ക്യാൻ യു ടെൽ ദ ഷേപ്പ് ഓഫ് ദ ലീഫ്? ആ ഒരു ലീഫിൻ്റെ ഷേപ്പ്, അതിൻ്റെ ആകൃതി എന്താണെന്ന് പറയാമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾ ചേർന്നിട്ടാണ് ഈ പാട്ട് പാടി കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ പിക്ചറിൽ കാണാൻ പറ്റും. ഡിഡ് യു സീ ദ ചിൽഡ്രൻ ഹു ആർ സിംഗിങ് ആൻഡ് ഡാൻസിങ്? അവിടെ പാട്ട് പാടി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നിങ്ങൾ പിക്ചറിൽ കണ്ടില്ലേ. ഷാൽ വി പ്ലേ ദിസ് ഗെയിം? നമുക്ക് ഈ ഗെയിം കളിച്ചാലോ? വിച്ച് പ്ലാന്റ്സ് were you able to touch when you played? ഇനി നിങ്ങളോട് ക്ലാസ്സിൽ ഒരുമിച്ച് ഈ ഗെയിം കളിക്കാനാണ്. ഗ്രൗണ്ടിലൊക്കെ പോകുമ്പോൾ ഇത് കളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സിനെയാണ് തൊടാൻ പറ്റിയത് എന്ന് അവിടെ എഴുതുക. വിച്ച് അതർ പ്ലാന്റ്സ് ഡു യു നോ? പിന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് കുറച്ച് ചെടികളെ കുറിച്ചിട്ടും അവിടെ എഴുതുക. റൈറ്റ് ദം ഇൻ യുവർ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങളുടെ EVS ഡയറി അല്ലെങ്കിൽ EVSൻ്റെ നോട്ട്ബുക്കിൽ ഇത് എഴുതാനാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പാട്ടിൽ നിന്നും അതിൽ പറയുന്ന ചെടികൾ, മരങ്ങൾ, പൂക്കൾ, ഇതിൽ നിന്നും ഹെഡിങ്ങിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായൊരു കാര്യം എന്താണ്? ഈ ഒരു ചാപ്റ്റർ ചെടികളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചൊക്കെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗം നോക്കൂ. വിച്ച് പാർട്സ്? ഏതൊക്കെ ഭാഗങ്ങളാണ്? സെയ്റ ഈസ് ഡ്രോയിങ് ദ പിക്ചർ ഓഫ് എ പ്ലാന്റ്. സെയ്റ ഒരു ചെടിയുടെ പിക്ചർ വരയ്ക്കാണ്. വാട്ട് ആർ ദ അതർ പാർട്സ് ടു ആഡ് ഇൻ ദ പിക്ചർ? പിക്ചറിൽ ആഡ് ചെയ്യുന്ന ചെടിയുടെ മറ്റ് ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ആ ഒരു ചെടിയെ കംപ്ലീറ്റ് ആക്കുകയും വേണം. അതുപോലെ തന്നെ പാർട്ടിൻ്റെ പേരും എഴുതണം. ഞാനിവിടെ പാർട്ടിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ചിത്രം വരയ്ക്കണം. റൂട്ട്, വേര് എവിടെയാണ് വരച്ചു കൊടുക്കുക? സ്റ്റെമ്മിൻ്റെ താഴെയായിട്ട് വേര് വരച്ചു കൊടുക്കണം അല്ലേ. പിന്നെ സ്റ്റെമ്മാണ് വേറൊരു ഭാഗം. സ്റ്റെം അവിടെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇനി ലീഫ് എന്ന് പറഞ്ഞാൽ ഇലകൾ. ഈ ഒരു തണ്ടിൽ നിങ്ങൾ ഇലകൾ വരച്ച് ചേർക്കണം. പിന്നെ ചെടിക്ക് എന്ത് ഭാഗമാണ് ഉണ്ടാവുക? ഫ്ലവേഴ്സ് ഉണ്ടാവും അല്ലേ. പൂക്കൾ വരയ്ക്കാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, പഴങ്ങളും വരയ്ക്കാം. അപ്പോൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റെം, ഈ ഒരു തണ്ടിൽ നിങ്ങൾ വേരുകളും ഇലകളും പൂക്കളും പഴങ്ങളൊക്കെ വരച്ച് ഈ ചെടിയെ കംപ്ലീറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഒരു ചെടിയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് ചെടിക്ക് പ്രാധാന്യമായിട്ടുള്ളത് എന്നാണ് ഈ ചാപ്റ്ററിൽ ആദ്യം നോക്കിയത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ലെറ്റ്സ് ക്ലാസിഫൈ. ഡു യു തിങ്ക് ഓൾ ദ പ്ലാന്റ്സ് യു സീ ആർ സിമിലർ? വാട്ട് ആർ ദ ഡിഫറൻസസ്? നിങ്ങൾ കാണുന്ന, നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ ചെടികളും ഒരുപോലെയാണോ? എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ വ്യത്യസ്തമായിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ കുറച്ച് ചെടിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ. അത് നോക്കുമ്പോൾ തന്നെ അറിയാം ചില ചെടികളുടെ സൈസ്, വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. ചിലതിൻ്റെ ഇലകളിൽ, ലീവ്സിൽ വ്യത്യാസമുണ്ട്. പിന്നെ അവ തരുന്ന പഴങ്ങളിൽ ഡിഫറൻസ് ഇല്ലേ, ഫ്രൂട്ട്സ്. അതുപോലെ തന്നെ ഫ്ലവേഴ്സിൽ ഡിഫറൻസ് ഉണ്ട്. ഇനി വേണമെങ്കിൽ ചെടിയുടെ റൂട്ടുകളിൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഓരോ ചെടിയും വളരുന്ന സാഹചര്യങ്ങൾ, ഇപ്പോൾ ചിലത് വാട്ടറിൽ വളരുന്നുണ്ടാവാം, ചിലത് മണ്ണിൽ വളരുന്നുണ്ടാവാം. അങ്ങനെയുള്ള ഡിഫറൻസസ് ഒക്കെ ഓരോ ചെടികൾ തമ്മിലും ഉണ്ട്. അപ്പോൾ ഇനി ഈ ചാപ്റ്ററിൽ ആ ഡിഫറൻസസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാദ്യം
ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. വിച്ച് പ്ലാന്റ്സ് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ ഏതൊക്കെ ചെടികളാണ് കാണുന്നത്? പാഡി, നെല്ലുണ്ട്. ദെൻ അവിടെ എന്താണ്, കോക്കനട്ട് ട്രീ ഉണ്ട്, റോസ് ഉണ്ട്, ബനിയൻ ട്രീ ഉണ്ട്, ദെൻ സ്പിനാച്ച് ചീരയുണ്ട്, ഹിബിസ്കസ് ചെമ്പരത്തി, തെച്ചി, അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് അല്ലേ. തൊട്ടാവാടി അതൊക്കെ ഉണ്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദയർ സ്റ്റെം? ഈ ഓരോ ചെടികളുടെയും തണ്ട് ഒരുപോലെയാണുള്ളത്? അല്ല അല്ലേ. ഇപ്പം നെല്ലിൻ്റെയൊക്കെ തണ്ടെന്നാണ് വളരെ സോഫ്റ്റാണ്, മറിച്ച് കോക്കനട്ട് ട്രീ ആണെങ്കിലോ വളരെ ഹാർഡാണല്ലേ. അപ്പോൾ ഓരോ ചെടികളുടെയും സ്റ്റെം ഡിഫറെൻ്റ് ആണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ഇൻ ദ സൈസ്? ഇനി ആ ചെടികളുടെ സൈസിൽ ഡിഫറൻസ് ഉണ്ടോ? തീർച്ചയായും ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു റോസ് ചെടി വളരെ ചെറുതാണ്, പക്ഷേ തെങ്ങ്, മാംഗോ ട്രീ ഒക്കെ എങ്ങനെയാണ്, വലിയതാണ് അല്ലേ. ഹൗ ലോങ് വിൽ ദേ ലിവ്? ഇതിൽ ഓരോ ചെടികളും എത്ര കാലമാണ് ജീവിക്കുക? നെല്ലിനൊക്കെ വളരെ മാസങ്ങളുടെ ആയുസ് മാത്രമേ ഉള്ളൂ, പക്ഷേ കോക്കനട്ട് ട്രീ ഒക്കെ എന്താണ്, വർഷങ്ങളോളം ജീവിക്കും. മാർക്ക് യുവർ ഒബ്സർവേഷൻസ് വിത്ത് എ ടിക്ക് ഇൻ ദ ടേബിൾ. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ എന്താണ്, ടിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഒബ്സർവേഷൻ മാർക്ക് ചെയ്യാണ്. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ഇനി നിങ്ങളുടെ സ്കൂളിലെ ഗാർഡൻ, ഇനിയിപ്പോൾ സ്കൂളിൽ ഗാർഡനിൽ വീട്ടിലെ ഗാർഡൻ ഒബ്സർവ് ചെയ്ത് കുറച്ചുകൂടി ചെടികളുടെ പേരൊക്കെ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഒരു ടേബിൾ. അപ്പോൾ ടേബിളിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ആദ്യം നെയിം ഓഫ് ദ പ്ലാന്റ്, ചെടിയുടെ പേര്, പിന്നെ സ്റ്റെമ്മ്, അതിൻ്റെ തണ്ട് എങ്ങനെയാണ്, പിന്നെ സൈസ്, ആ ചെടി എത്രത്തോളം വലുതാണോ അതോ ചെറുതാണോ, ഹൗ ലോങ് ഇറ്റ് വിൽ ലിവ്, എത്ര കാലം ആ ഒരു ചെടി ജീവിക്കുന്നു എന്നുള്ളത്. അവിടെ 3 പ്ലാന്റ്സ് ഓൾറെഡി നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, സ്പിനാച്ച്, ഹിബിസ്കസ്, മാംഗോ ട്രീ. ഇനി കൂടെ കുറച്ച് പ്ലാന്റ്സും കൂടെ ആഡ് ചെയ്താലോ. പാഡി എന്ന് പറഞ്ഞാൽ നെല്ല്. നെല്ലിൻ്റെ സ്റ്റെം എങ്ങനെയാണ്, സോഫ്റ്റാണ് അല്ലേ. ഇനി അതിൻ്റെ സൈസോ എങ്ങനെയാണ് വരുന്നത്, സ്മോളാണ്. ദെൻ നെല്ലിൻ്റെ ആയുസ് എത്രയാണ്, ഫ്യൂ മന്ത്സ് മാത്രമേ നെല്ല് ചെടി ഉണ്ടാവുകയുള്ളൂ അല്ലേ. ഇനി കോക്കനട്ട് ട്രീ നോക്കുകയാണെങ്കിലോ, കോക്കനട്ട് ട്രീൻ്റെ സ്റ്റെം എങ്ങനെയാണ്, വളരെയധികം കട്ടിയുള്ള, ഹാർഡാണ്. അതുപോലെ തന്നെ സൈസ് വെരി ബിഗാണ്. മിനിയോ മിനി ഇയേഴ്സ്, ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു ചെടിയാണ് കോക്കനട്ട് ട്രീ. ഇനി ജാസ്മിൻ അഥവാ മുല്ലപ്പൂവ്, അതാണെങ്കിലോ അതിൻ്റെ സ്റ്റെം എങ്ങനെയാണ്, ഹാർഡാണ് അല്ലേ, നമ്മളെ നെല്ലിനേക്കാളും ഹാർഡാണ്. അതിൻ്റെ സൈസ് ആണെങ്കിൽ എങ്ങനെയാണ്, ബിഗാണല്ലേ. എന്നാൽ കോക്കനട്ടിൻ്റെ അത്രയും വെരി ബിഗാണോ, അല്ല. ഇനി അതിൻ്റെ എത്ര കാലം ഉണ്ടാവും, അത് ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങളോളൊക്കെ നിൽക്കും. എന്നാൽ തെങ്ങിൻ്റെ അത്രയും ഉണ്ടാവുമോ, ഇല്ല. ഇനി ജാക്ക് ഫ്രൂട്ട് ട്രീ ആണെങ്കിലോ അത് തെങ്ങിനെ പോലെ തന്നെയാണ് അല്ലേ, വെരി ഹാർഡായിട്ടുള്ള സ്റ്റെമ്മാണ്, വെരി ബിഗാണ് ചെടി, അതുപോലെ തന്നെ ഒരുപാട് കാലം നിലനിൽക്കും. ഇനി റോസ് ആണെങ്കിലോ, റോസ് ഹാർഡായിട്ടുള്ള സ്റ്റെമ്മാണ്, അതുപോലെ തന്നെ ബിഗാണ്, പിന്നെ കുറച്ച് ഇയേഴ്സൊക്കെ അതിന് ആയുസുണ്ട്. ഇതുപോലെ കുറച്ചുകൂടെ ചെടികൾ ആഡ് ചെയ്ത് നിങ്ങൾ ഈ ലിസ്റ്റ് ഒന്ന് വലുതാക്കുക കേട്ടോ. വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദ ടേബിൾ? ഈ ടേബിളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു ചെടിയുണ്ട്, ഇത് ഏതാണ്, ചീരയാണ് അല്ലേ. ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ ഹേർബ്സ്. ഞാനും എൻ്റെ കൂട്ടുകാരും ഹേർബ്സാണ്. ഹേർബ്സ് എന്ന് പറഞ്ഞാൽ ഔഷധ സസ്യങ്ങളാണ്. ക്യാൻ യു റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്? ഞങ്ങളുടെ ഫീച്ചേഴ്സ് എഴുതാനാണ്. ഈ ചീരയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ചീരയുടെ സ്റ്റെം എങ്ങനെയാണ്, സോഫ്റ്റാണ്. പിന്നെ എൻ്റെ സൈസ് എങ്ങനെയാണ് കൊടുക്കുക, സ്മോൾ സൈസാണ് അല്ലേ. നോ ഡീപ്പ് റൂട്ട്സ്, ആഴത്തിലുള്ള വേരുകളൊന്നും ഉണ്ടാവില്ല ചീരയ്ക്ക്. പിന്നെ വേണമെങ്കിൽ ചീര എത്ര കാലം നിൽക്കും, മന്ത്സ്, മാസങ്ങളോളൊക്കെ നിൽക്കും എന്നും കൂടെ ആഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ നോക്കൂ, ഡു യു നോ അസ് വി ഗ്രോ വെരി ടോൾ വി ആർ ട്രീസ്. ഞങ്ങളെക്കുറിച്ച് അറിയോ, ഞങ്ങൾ വളരെ ഉയരത്തിൽ വലുതാവും, ഞങ്ങളാണ് മരങ്ങൾ. ഇനി മരങ്ങളുടെ ഫീച്ചേഴ്സ് എഴുതാനാണ്. വെരി ഹാർഡ് സ്റ്റെം അല്ലേ, സ്റ്റെമ്മ് വളരെ ഹാർഡായിരിക്കും, കട്ടിയുള്ള തണ്ടായിരിക്കും. പിന്നെയോ ക്യാൻ ലിവ് ഫോർ മെനി ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങൾ ജീവിക്കാനുള്ള ശേഷിയുണ്ട് മരങ്ങൾക്ക്. ഇനി അടുത്തത് എന്താണ്, ദോ വി ആർ സ്മാൾ അവർ സ്റ്റെംസ് ആർ പ്രെറ്റി ഹാർഡ് വി ആർ കാൾഡ് ഷ്രബ്സ്. ഇനി ചെമ്പരത്തി പോലുള്ള കാറ്റഗറിയിലുള്ള ചെടികളാണ്. ഇവരെങ്ങനെയാണ്, ഇവർ ചെറുതാണെങ്കിലും ഇവരുടെ സ്റ്റെമ്മ് ഹാർഡായിരിക്കും. ഇപ്പോൾ ചെമ്പരത്തിയുടെ തണ്ടൊക്കെ നോക്കിയാൽ അറിയാം. അത്തരത്തിലുള്ള ചെടികളാണ് ഷ്രബ്സ്, കുറ്റിച്ചെടികളെന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിലോ ഹാർഡ് സ്റ്റെം ആയിരിക്കും അല്ലേ. പിന്നെ എന്താണ്, ക്യാൻ ലിവ് ഫോർ ഇയേഴ്സ്, വർഷങ്ങളോളം ജീവിക്കാൻ കഴിയുമെന്ന് എഴുതാം. ഹൂ എൽസ് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് സ്പിനച്ച്, ഹിബിസ്കസ് ആൻഡ് മാംഗോ. ഇനി സ്പിനച്ചിൻ്റെയും ഹിബിസ്കസിൻ്റെയും മാംഗോയുടെയൊക്കെ ഗ്രൂപ്പിലുള്ള മറ്റ് ചെടികളെ കണ്ടെത്താനാണ്. സ്പിനച്ച് ആരായിരുന്നു, ഹേർബായിരുന്നു അല്ലേ, ഔഷധ സസ്യങ്ങളായിരുന്നു. അതിൽ വേറെ എക്സാമ്പിൾസ് എന്തൊക്കെ കൊടുക്കാം, തുളസി, ടൊമാറ്റോ, ടേമറിക്, ജിഞ്ചർ, മിൻ്റ് ഒക്കെ കൊടുക്കാം. ദെൻ ഷ്രബ്സ്,
കുറ്റിച്ചെടികൾ ഹിബിസ്കസ്, ജാസ്മിൻ, റോസ്, തുളസിയൊക്കെ കൊടുക്കുക അതിൽ. ദെൻ ട്രീയുടെ കാറ്റഗറിയിൽ ഏതൊക്കെ വരാം? മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, പാം ട്രീ, ആപ്പിൾ ട്രീ, അങ്ങനെ ഒരുപാട് ട്രീസ് ഉണ്ട് അല്ലേ. അതൊക്കെ മരങ്ങളുടെ തണ്ട് നല്ല കട്ടയുള്ള ഹാർഡായിട്ടുള്ള നല്ല ലെങ്ത്തിൽ വളരുന്ന മരങ്ങളുടെ കാറ്റഗറിയിൽ കൊടുക്കാം. ഡ്രോ ആൻഡ് കണക്റ്റ്, ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലേ ചെടികളുടെ, അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് ഡ്രോ ചെയ്യാനാണ്. ആദ്യത്തെ ഷ്രബാണ്. ഈ കൂട്ടത്തിൽ കുറ്റിച്ചെടി ഏതാണ്? ഇവിടെയുള്ള ഈ ഒരു ഹിബിസ്കസും അതുപോലെ തന്നെ തെച്ചിയുമാണ് അല്ലേ. ദെൻ ഹേർബ്, ഔഷധ സസ്യങ്ങളിൽ വരുന്നത് ചീര, അതുപോലെ തന്നെ നമ്മുടെ തൊടിയിലൊക്കെ കാണുന്ന മുക്കുറ്റി. ദെൻ ട്രീ ആയിട്ട് വരുന്ന ഏതാണ്? കോക്കനട്ട് ട്രീയും ബനിയൻ ട്രീയും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വരച്ചു കൊടുക്കണം. ഇനി വൈൻ പ്ലാന്റ്സ്, ഒരു ചിത്രം കാണാം അല്ലേ. ഒരു മത്തൻ്റെ വള്ളിയുണ്ട്, അതുപോലെ തന്നെ ക്യുക്കമ്പറിൻ്റെ വള്ളിയൊക്കെ കാണാം. ഫ്രണ്ട്സ്, വി ആർ വൈൻ പ്ലാന്റ്സ്, വി ആർ ടു ഹിയർ. ഞങ്ങളെന്താണ്? വൈൻ പ്ലാന്റ്സ് ആണ്, ഞങ്ങളും ഇവിടെ ഉണ്ട്. വൈൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പിക്ചറിന് മനസ്സിലായിട്ടുണ്ടാവും, വള്ളിച്ചെടികളാണ് അല്ലേ. ഇങ്ങനെ വള്ളിയായിട്ട് പടർന്നു പോകുന്ന ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ഇത്തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ, ഒരു ഇഴജന്തു ഒരു ക്രീപ്പറിനെ പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകില്ലേ. കനോട്ട് സ്റ്റാൻഡ് അപ്പ് അലോൺ, അവർക്ക് എന്താണ് ഒറ്റയ്ക്ക് എണീറ്റ് നിൽക്കാൻ കഴിയില്ല. ദേ നീഡ് സപ്പോർട്ട് ടു ഗ്രോ, അവർക്ക് പലപ്പോഴും സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ പയർ പോലുള്ള ചെടികൾക്ക് എന്താണ് കോലുകളൊക്കെ കുത്തി കൊടുക്കും. അതല്ലെങ്കിൽ ഈ പാഷൻ ഫ്രൂട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളതിന് പന്തലൊക്കെ ഇട്ട് കൊടുക്കും അല്ലേ. ക്യാൻ പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്, മറ്റ് ചെടികളെ പോലെ ഇവയ്ക്കും ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ആൻഡ് നോട്ട് ഡൗൺ മോർ എക്സാമ്പിൾസ് ഫോർ വൈൻ പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ ചുറ്റുപാടും നോക്കിയിട്ട് ഇതുപോലുള്ള വള്ളിച്ചെടികൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് കൊടുക്കാനാണ്. അപ്പോൾ ഏതൊക്കെ കൊടുക്കാം? മണി പ്ലാന്റ്, കുക്കുംബർ, ആഷ് ഗോഡ്, പംകിൻ, ഗ്രേപ്പ് വൈൻ അഥവാ മുന്തിരിവള്ളി, പാഷൻ ഫ്രൂട്ട്, പിന്നെ പയർ ചെടി അല്ലേ. ഇനി ഇതുപോലെ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി വൈൻ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വൈൻ പ്ലാന്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. ഇനി വൈൻ പ്ലാന്റ്സ് തന്നെ 2 തരങ്ങളുണ്ട്. ദോസ് ദാറ്റ് സ്പ്രെഡ് ആൻഡ് ഗ്രോ അലോങ് ദ ഗ്രൗണ്ട്. അതിൽ ഒന്നാമത്തെ തരം ഏതാണ്? ഗ്രൗണ്ടിലൂടെ നിലത്തുകൂടെ പടർന്ന് പന്തലിച്ച് പോകുന്നവ. അപ്പം മത്തൻ വള്ളിയൊക്കെ പോലെ പലപ്പോഴും അത് മണ്ണിലൂടെ ഇങ്ങനെ പടർത്തി വിടാറാണ് നമ്മൾ. ആൻഡ് ദോസ് ദാറ്റ് ഗ്രോ അപ്വേർഡ് ബൈ ഹോൾഡിങ് ഓൺ ടു ഓർ ബൈ സ്പ്രെഡിങ് അലോങ് എ സപ്പോർട്ട്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെയാണ്? ഉയരത്തിലേക്ക് വളർന്നു പോകുന്നവ. നമ്മൾ വടി കുത്തി കൊടുത്തിട്ടോ അല്ലെങ്കിൽ പന്തലൊക്കെ ഇട്ട് കൊടുക്കുന്ന ചെടികൾ ഏതൊക്കെയാണ്? പാഷൻ ഫ്രൂട്ട്, പയർ, കോവയ്ക്ക, അങ്ങനെയുള്ള ചെടികളുടെ വള്ളികളൊക്കെ നമ്മൾ എന്താ ചെയ്യുക? പന്തലൊക്കെ ഇട്ട് ഉയർത്തി കൊടുക്കും അല്ലേ. അപ്പോൾ വൈൻ പ്ലാന്റ്സിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നിലത്ത് കൂടെ പടർന്നു പോകുന്നത്, മറ്റൊന്ന് കുറച്ച് ഉയരത്തിൽ നമ്മൾ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് പടർന്നു പോകുന്ന വൈൻ പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് നോക്കിയത്, വൈൻ പ്ലാന്റ്സ്. ഇനി മറ്റൊരു പ്ലാന്റിൻ്റെ ടൈപ്പാണ് പ്ലാന്റ്സ് ഇൻ വാട്ടർ, വെള്ളത്തിൽ വളരുന്ന ചെടികൾ അല്ലേ. ഈ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ താമരയാണ്. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ വാട്ടർ പ്ലാന്റ്സ്. ഈ വാട്ടറിൽ ജീവിക്കുന്ന ഈ പ്ലാന്റ്സിനെ നമ്മൾ എന്താ വിളിക്കുക? വാട്ടർ പ്ലാന്റ്സ് എന്നാണ് വിളിക്കുക. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ലെറ്റ് us റൈറ്റ്. ഈ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഗ്രോ ഇൻ വാട്ടർ ബോഡീസ്, അവരെന്താണ് ജലാശയങ്ങളിലാണ് വളരുന്നത്. ഡീപ്പ് അണ്ടർ വാട്ടർ റൂട്ട്സ് അല്ലേ, ആ ഒരു വെള്ളത്തിൻ്റെ അടിയിൽ ഡീപ്പായിട്ടുള്ള വേരുകളുണ്ടാവും. പിന്നെ അവർക്ക് ഫ്ലോട്ടിങ് കപ്പാസിറ്റി ഉണ്ടാവും അല്ലേ. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും, ഇപ്പോൾ താമരയുടെ ഇലയൊക്കെ നിൽക്കുന്നത് പോലെ. പിന്നെ സോഫ്റ്റ് സ്റ്റെമ്മായിരിക്കും എപ്പോഴും, വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ തണ്ടുകൾക്ക് എന്താണ് കട്ടി കുറവായിരിക്കും. ഫൈൻഡ് ഔട്ട് മോർ വാട്ടർ പ്ലാന്റ്സ് ആൻഡ് നോട്ട് ദം ഡൗൺ. കൂടുതൽ വാട്ടർ പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾസ് എഴുതാനാണ്. വാട്ടർ ലില്ലി, ലോട്ടസ് എന്നൊക്കെ എഴുതി കൊടുക്കാം. ഇനി ലൈഫ് ഇൻസൈഡ് ദ സീഡ് മറ്റൊരു സെക്ഷനാണ് ഈ ഒരു യൂണിറ്റിൽ. ഹാവ് യു സീൻ സീഡ്സ് ജെർമിനേറ്റിംഗ്? ലെറ്റ് us ജെർമിനേറ്റ് എ സീഡ്. വിത്തുകൾ മുളച്ച് വരുന്നത്, ജെർമിനേറ്റ് ചെയ്യാറിന മുളയ്ക്കുക, വിത്ത് മുളച്ച് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. നമുക്ക് ഒരുമിച്ചൊരു വിത്ത് മുളപ്പിക്കാം. ഓക്കെ. ഫിൽ എ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് വിത്ത് സാൻഡ്. ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്, തെളിഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോൾ തെളിഞ്ഞ് കാണുന്ന ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് മണ്ണൊക്കെ നിറക്കുക നിങ്ങൾ. പ്ലാന്റ് 3 or 4 pea seeds slightly under the sand close to the glass. ഇനി ഗ്ലാസിൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വിത്ത്, 3 or 4, ഇവിടെ പയർ വിത്താണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വിത്ത് അതിൽ നട്ട് വെക്കുക.
വെറ്റ് സാൻഡ്, എന്നിട്ട് ആ മണലിൽ നനച്ചു കൊടുക്കണം. കീപ്പ് ഇറ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്, അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് അതിനെ മാറ്റി വെക്കുക. ഒബ്സേർവ് ദ സീഡ് ജെർമിനേറ്റിംഗ്, ഇനി ആ ഒരു നിങ്ങൾ നട്ട വിത്ത് മുളച്ച് വരുന്നത് ആ ഗ്ലാസിൻ്റെ പുറത്ത് നിന്ന് ഒബ്സേർവ് ചെയ്യുക. ആ പിക്ചറിൽ ആ കുട്ടി ഒബ്സേർവ് ചെയ്യുന്നത് കാണാം. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ, എന്തൊക്കെ ചേഞ്ചസ് ആണ് കാണുന്നത്. വിച്ച് പാർട്ട് ഓഫ് ദ സീഡ് വിൽ ജെർമിനേറ്റ് ഫസ്റ്റ്, ആ ഒരു വിത്തിൻ്റെ ഏത് ഭാഗമാണ് ആദ്യം ഉണ്ടായി വരിക? റൂട്ടാണ് അല്ലേ, ആദ്യം വിത്തിൽ നിന്ന് വേരുകളാണ് വരിക. ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ ഫസ്റ്റ് ലീഫ് ടു സ്പ്രൗട്ട്, അതുപോലെ തന്നെ ആദ്യത്തെ ഇല വരാൻ ഏകദേശം എത്ര ദിവസം എടുക്കും? ഏകദേശം ഒരാഴ്ച കൊണ്ടാണ് ആ ഒരു ഇല വരിക. നിങ്ങൾ നടുന്ന വിത്തിനനുസരിച്ച് അതിൽ മാറ്റം വരാം അല്ലേ. ഒബ്സർവ്, ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറി. ഡ്രോ പിക്ചേഴ്സ് ടു. അപ്പോൾ നിങ്ങൾ നട്ട വിത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്, എത്ര ദിവസം കൊണ്ടാണ് അത് മുളച്ച് വന്നതെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയും വേണം. അതുപോലെ നിങ്ങളുടെ EVS ഡയറിയിൽ അത് എഴുതുക, അതിന് പിക്ചറും വരയ്ക്കുക. മൈ പ്ലാന്റ്, എൻ്റെ ചെടി. ജെർമിനേറ്റ് എ സീഡ് ഇൻ യുവർ ഹോം, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിലൊരു വിത്ത് മുളപ്പിക്കുക. യു ഷുഡ് പ്ലാൻ ദ സീഡ് വേർ ദർ ഈസ് ലൈറ്റ്, എന്തൊക്കെ ചെയ്യണം? ലൈറ്റിൻ്റെ ലഭ്യത വേണം അല്ലേ, വെളിച്ചം, സൂര്യപ്രകാശം ഉള്ളിടത്താണ് ആ ഒരു സീഡിനെ നടേണ്ടത്. വെൻ ദ സീഡ് ജെർമിനേറ്റ് ആൻഡ് ദ പ്ലാൻ ഗ്രോസ് ഗിവ് ഇറ്റ് മാന്യൂർ നീഡഡ്, ആ ഒരു സീഡ് മുളച്ച് ആ ഒരു ചെടി വളർന്നു വരുമ്പോൾ എന്താണ് മാന്യൂർ, അതിനാവശ്യമായ വളം നൽകണം. യു വിൽ ഒബ്സർവ് മോർ ലീവ്സ് സ്പ്രൗട്ടിങ് ഇൻ ദ പ്ലാന്റ്, സ്റ്റെം ഗ്രോയിങ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് അപ്പിയറിങ്. ഇങ്ങനെ ഗ്രാജുവലി നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളമൊക്കെ നൽകി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്ലാന്റ്സിൽ കൂടുതൽ ഇലകൾ വരുന്നതും അതിൻ്റെ സ്റ്റെമ്മ് തണ്ട് ഗ്രോ ചെയ്യുന്നതും അതിൽ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. പ്രിപ്പയർ ആൻ ആക്ടിവിറ്റി റിപ്പോർട്ട് ലൈക്ക് ദ സാമ്പിൾ ഗിവൺ അലോങ് വിത്ത് പിക്ചേഴ്സ്. ഇതുപോലെ ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒരു വിത്തിനെ നട്ട് അതിനെ ഒബ്സേർവ് ചെയ്തിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് എഴുതേണ്ടത്. ആ റിപ്പോർട്ടിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? സീഡ് ടൈപ്പ്, എന്ത് സീഡാണ് നിങ്ങൾ നട്ടത്. ദെൻ ഡേറ്റ് ഓഫ് പ്ലാന്റിങ്, എന്നാണ് നട്ടത്. ഡേറ്റ് ഓഫ് ജെർമിനേഷൻ, നിങ്ങളുടെ വിത്ത് മുളച്ചത് എന്നാണ്. ഡേറ്റ് ഓഫ് ഫേസ്റ്റ് സ്പ്രൗട്ട്, ആ ഒരു മുള വന്ന അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഇല വന്ന ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് ഓഫ് 2 ലീവ്സ് അപ്പിയറിങ്, ഇനി എന്താണ് 2 ഇല വന്ന ദിവസം എഴുതാനും. ചേഞ്ചസ് ഇൻ ദ പ്ലാന്റ്സ് ഇൻ 7 days, ഇനി 7 ദിവസം ആ ഒരു പ്ലാന്റിനെ നിരീക്ഷിച്ചിട്ട് ചേഞ്ചസ് എഴുതാനാണ്. എന്തൊക്കെ, എത്ര ഹൈറ്റ് വന്നിട്ടുണ്ട്, തിക്നെസ്, ആ ഒരു തണ്ടിൻ്റെ കട്ടി, പിന്നെ നമ്പർ ഓഫ് ലീവ്സ്, ഒരാഴ്ച കൊണ്ട് എത്ര ഇലകൾ വന്നു. ഡേറ്റ് ഓഫ് ഫ്ലവറിങ്, എന്നാണ് പൂവിട്ടത്. ഡേറ്റ് ഓഫ് ഫ്രൂട്ട് അപ്പിയറിങ്, എന്നാണ് പഴം ഉണ്ടായതായിമെന്ന്. അങ്ങനെ ഈ ചെടിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ആക്ടിവിറ്റി റിപ്പോർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എല്ലാവരും ആദ്യം ചെടി നട്ട് ഒബ്സേർവ് ചെയ്ത് ഈ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ്, ഇനി ചെടികൾ ഉണ്ടാകുന്നത് വിത്തുകളിൽ നിന്ന് മാത്രമാണോ? സ്വന്തമായിട്ട് ഗാർഡനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അറിയാം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെടി നടാറ്. ചില ചെടികൾ എന്താണ് നമ്മൾ വിത്ത് നടും അല്ലേ, ചിലതിൻ്റെ സ്റ്റെമ്മ് കമ്പ് കുത്താറുണ്ട്, ചിലതിൻ്റെ തൈകൾ നട്ടു കൊടുക്കാറുണ്ട്. അങ്ങനെ പല മാർഗത്തിലൂടെയാണ് നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഇവിടെ 2 കുട്ടികൾ തമ്മിലൊരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. സീ ദ സാപ്ലിങ്സ് ദേ ആർ ഫോംഡ് ഫ്രം ദ റൂട്ട് ഓഫ് ദ കറി ലീഫ് പ്ലാന്റ്. അപ്പോൾ ഈ കുട്ടി എന്താ പറയുന്നത്, ഈ കറി ലീഫ് വേപ്പില ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വേപ്പിൻ്റെ തൈ ഉണ്ടാവുന്നത് ആ മരത്തിൻ്റെ വേരിൽ നിന്നാണ്. ബട്ട് ദ സാപ്ലിംഗ് ഓഫ് ദ മിറാക്കിൾ ലീഫ് പ്ലാന്റ് ഓർ ഇലമുളച്ചി ആർ ഫോംഡ് ഫ്രം ദെയർ ലീവ്സ്. ഇനി ഇലമുളച്ചി ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറച്ച് കട്ടിയുള്ള ഇലയുള്ള ഒരു ചെടിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് ഇലകളിൽ നിന്നാണ് പുതിയ ചെടികൾ ഉണ്ടാവുന്നത് എന്നാണ് മറ്റേ കുട്ടി ഒബ്സേർവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഓരോ ചെടികളും ഉണ്ടായി വരുന്നത് പല മാർഗത്തിലൂടെയാണ് അല്ലേ. സൈറ ആൻഡ് ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു പ്ലാൻ ചെത്തി, ഹിബിസ്കസ്, നിശാഗന്ധി, റോസ്, പംകിൻ, മാംഗോ ട്രീ, ജാസ്മിൻ ആൻഡ് കടപ്ലാവു ഫോർ എക്സ്പാൻഡിങ് സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. അപ്പോൾ സൈറയും അവരുടെ കൂട്ടുകാരും ഇവിടെ കൊടുത്തിരിക്കുന്ന ഇത്രയും ചെടികൾ അവരുടെ സ്കൂൾ ഗാർഡനിൽ നടാൻ തീരുമാനിക്കുകയാണ്. ക്ലാസിഫൈ ദീസ് പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു വിച്ച് പാർട്ട് ഓഫ് ദം ഇസ് പ്ലാന്റഡ്. ഈ ഓരോ ചെടികളുടെ ഏത് ഭാഗമാണ് നടുന്നത് എന്നതിനനുസരിച്ച് ഇതിനെ ക്ലാസിഫൈ ചെയ്യാനാണ്. ഫൈൻഡ് ഔട്ട് മോർ പ്ലാന്റ്സ് ഇൻ ദീസ് കാറ്റഗറീസ്. അതുപോലെ തന്നെ കൂടുതൽ പ്ലാന്റ്സ് നിങ്ങൾ കണ്ടെത്താൻ വേണം. അപ്പോൾ ആദ്യത്തിനാണ് സീഡ്, വിത്ത് മുളപ്പിക്കുന്ന പ്ലാന്റ്സ്. ഇതിൽ ഏതൊക്കെയാണ്? കൂട്ടത്തിൽ പംകിൻ ഉണ്ടല്ലേ, മത്തൻ. അതുപോലെ തന്നെ മാംഗോയും സീഡിൽ നിന്ന് മുളപ്പിച്ചെടുക്കാം. പിന്നെ കടപ്ലാവ്,
ഇത്രയാണ് ഇവർ തീരുമാനിച്ചതിൽ നിന്ന് സീഡിൽ നിന്നുണ്ടാവുന്ന ചെടികൾ. പിന്നെ കൂടുതൽ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കൊടുക്കാം? പീ കൊടുക്കാം, ലേഡീസ് ഫിംഗർ എന്നൊക്കെ കൊടുക്കാം അല്ലേ. ദെൻ റൂട്ട്, വേരുകളിൽ നിന്ന് വരുന്ന ഏതൊക്കെയാണ്? ജാസ്മിൻ ആണ് ഇവർ നടുന്നതിലുള്ളത് അല്ലേ. പിന്നെ ജിഞ്ചർ, ടേമറിക്, കറി ലീവ്സ് ഒക്കെ കൊടുക്കാം. ഇനി തണ്ട് നടുന്ന ചെടികളുടെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? റോസ് ഉണ്ട്, ചെത്തി ഉണ്ട്, പിന്നെ ഹിബിസ്കസ് ചെമ്പരത്തി, ഷുഗർ കെയിൻ കരിമ്പ്, ടാപ്പിയോക്ക നമ്മുടെ കപ്പ, ഇതൊക്കെ കമ്പാണ് നടാറുള്ളത്. ഇനി ഇലകൾ നടുന്ന ചെടികളാണ് നിശാഗന്ധി, ഇലമുളച്ചി, പിന്നെ സ്നേക്ക് പ്ലാന്റ് ഒക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണല്ലേ സ്നേക്ക് പ്ലാന്റ്. ഇതൊക്കെ നമ്മൾ ഇലയിൽ നിന്നാണ് വേറെ പുതിയ ചെടികൾ ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഓരോ ചെടികളും നമുക്ക് പല മാർഗത്തിലൂടെയാണ് വളർത്തിയെടുക്കാൻ പറ്റുന്നത്. പ്ലാന്റ് പാർട്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, ചെടികളുടെ വ്യത്യസ്ത ഭാഗങ്ങളും അവയുടെ ഫങ്ഷൻസും. എന്തിനാണ് ചെടികൾക്ക് ഇത്രയും ഭാഗങ്ങളെന്ന് നോക്കാം. വൈ ഡസ് എ പ്ലാന്റ് ഹാവ് ഡിഫറെൻറ്റ് പാർട്സ്? എന്തിനാണ് ഒരു ചെടിക്ക് പല പല ഭാഗങ്ങളുള്ളത്? ആർ ഓൾ ദ പാർട്സ് ഇമ്പോർട്ടൻറ്റ്? ഓരോ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണോ? ഇപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ പല പാർട്ടുണ്ട് അല്ലേ, പല അവയവങ്ങളുണ്ട്. ഈ ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായ ജോലികളുണ്ടല്ലേ നമ്മുടെ ശരീരത്തിൽ. അതുപോലെ തന്നെയാണ് ചെടികളുടെ കാര്യവും. അവരുടെ പല പല പാർട്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ആ ഒരു ചെടിയുടെ പിക്ചർ വരയ്ക്കുന്ന ഭാഗത്ത് കണ്ടു അല്ലേ. അപ്പോൾ ഇനി ഓരോ ഭാഗങ്ങളുടെയും വർക്ക് എന്തിനാണ് ഈ ഭാഗങ്ങളൊക്കെ എന്ന് നോക്കാം. പ്ലേസ് 3 ടെസ്റ്റ് ട്യൂബ് ഇൻ എ സ്റ്റാൻഡ്. ഫിൽ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വിത്ത് വാട്ടർ. Fill a second test tube with red color water in the same amount and keep the third test tube without water. ഇനി നമ്മൾ ചെടികളുടെ ഓരോ ഭാഗത്തിൻ്റെയും ഉപയോഗം അറിയാൻ ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്. പിക്ചറിൽ കാണുന്ന പോലെ 3 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതിൽ ആദ്യത്തിൽ എന്താണ്? വെള്ളം നിറക്കുക. രണ്ടാമത്തേൽ ഒരു കളർ വാട്ടർ, ഇവിടെ റെഡ് കളറാണ് പറഞ്ഞിട്ടുള്ളത്, ഏതെങ്കിലും ഒരു കളർ വെള്ളം നിറക്കുക. മൂന്നാമത്തേൽ വെള്ളമൊന്നും വേണ്ട. Keep 3 clear weed plants or മഷിത്തണ്ട് of the same size and undamaged root in sunlight for 10 minutes. എന്നിട്ട് എന്ത് ചെയ്യുക? 3 മഷിത്തണ്ടിൻ്റെ ചെടികൾ എടുക്കുക. അത് ഒരു 10 മിനിറ്റ് വെയിലത്ത് വെക്കുക ആദ്യം. എന്നിട്ട് ഓരോ ടെസ്റ്റ് ട്യൂബുകളിലേക്കും ഇറക്കി വെക്കുക കേട്ടോ. ഈ കുട്ടി ഈ ഒരു പിക്ചറിൽ ചെയ്തത് കാണാം. കീപ് ദ ടെസ്റ്റ് ട്യൂബ് ഇൻ എ പ്ലേസ് വേർ ദേ ക്യാൻ ഗെറ്റ് സൺലൈറ്റ്. സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിൽ ഈ ടെസ്റ്റ് ട്യൂബുകൾ കൊണ്ടുപോയി വെക്കുക. ഒബ്സർവ് ദ ചേഞ്ചസ് ഹാപ്പനിങ് ടു ദ പ്ലാന്റ്സ് ആൻഡ് വാട്ടർ ഇൻ ദ ടെസ്റ്റ് ട്യൂബ്. ഈ ടെസ്റ്റ് ട്യൂബിലെ ചെടികൾക്കും അതുപോലെ തന്നെ വെള്ളത്തിനും വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാനാണ്. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? എന്തൊക്കെ ചേഞ്ചസ് ആവാൻ കണ്ടിട്ടുണ്ടാവുക? വാട്ട് ഹാപ്പൻ ടു ദ പ്ലാന്റ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ? വെള്ളം ഇല്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അത് വാടി ഉണങ്ങി പോയിട്ടുണ്ടാവും അല്ലേ. കാരണം എന്താണ്? ചെടികൾക്ക് ജീവിക്കാൻ വെള്ളം വേണം. ഹൗ ഡിഡ് ദ കളർ ഓഫ് ദ പ്ലാന്റ് സ്റ്റെം ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ചേഞ്ച്? വാട്ട് ഇസ് ദ റോൾ ഓഫ് റൂട്ട് ഇൻ ദിസ് ചേഞ്ച്? ഇനി രണ്ടാമത് ടെസ്റ്റ് ട്യൂബ്, അതായത് കളർ വെള്ളം നിറച്ച് ടെസ്റ്റ് ട്യൂബിലുള്ള ചെടിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ആ ചെടിയുടെ തണ്ട് ആ കളറായിട്ടുണ്ടാവും അല്ലേ. അതിന് കാരണം എന്താണ്? ആ ചെടി ആ ഒരു വെള്ളം ഉള്ളിലേക്ക് വലിച്ചെടുത്തത് കൊണ്ടാണ്. റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ആസ് എൻ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻ യുവർ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറി. ഡോണ്ട് ഫർഗെറ്റ് ടു ഡ്രോ ദ പിക്ചേഴ്സ്. അപ്പോൾ നിങ്ങൾ ഈ ചെയ്ത എക്സ്പെരിമെൻറ്റ് ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ഈ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതുകയും വേണം, അതിൻ്റെ പിക്ചേഴ്സും വരയ്ക്കണം. ഇനി ഓരോ ഭാഗത്തിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ പഠിക്കുന്നത്. പ്ലാന്റ്സ് പ്രിപ്പയർ ദ ഫുഡ് ദാറ്റ് ദേ നീഡ് ഇൻ ദെയർ ലീവ്സ്. ചെടികൾ അവർക്ക് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്യുന്നത് ഏതിലാണ്? ഇലകളിലാണ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത്. അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണം ഉപയോഗിക്കുന്നത്. ദ റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. അതിൽ ബാക്കി വരുന്ന ഭക്ഷണം എന്താണ്? ചെടിയുടെ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അതർ ഓർഗാനിസംസ് യൂസ് ഇറ്റ് ആസ് ദെയർ ഫുഡ്. മറ്റ് ജീവജാലങ്ങൾ, മനുഷ്യരടക്കമുള്ള മറ്റ് ജീവജാലങ്ങൾ എന്താണ്? അവരുടെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട്. ചെടിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റെം അഥവാ തണ്ട്, ലീഫ് ഇല, റൂട്ട് എന്ന് പറഞ്ഞാൽ വേര്. ഇനി ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് ആണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് അല്ലേ. സ്റ്റെമ്മിന് അവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ്? ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. വേരുകൾ വലിച്ചെടുത്തിട്ടുള്ള ന്യൂട്രിയൻസും വാട്ടറൊക്കെ ഇലകളിലേക്ക് എത്തിക്കുന്ന ജോബാണ് സ്റ്റെമ്മിനുള്ളത്. ഇനി ലീഫിൻ്റെ ജോബ് എന്താണ്? പ്രിപ്പയേഴ്സ് ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. ചെടിക്ക് ആവശ്യമായ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുക എന്നതാണ് ലീഫിൻ്റെ
ജോലി. ദെൻ റൂട്ടിൻ്റെ ജോലി എന്താണ്? ഫിക്സസ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ. ആ ഒരു പ്ലാന്റിനെ മണ്ണിൽ ഫിക്സ് ചെയ്ത് നിർത്തുന്നു. അതുപോലെ തന്നെ അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ്സ് ഫ്രം ദ സോയിൽ. ആ ഒരു ചെടിക്ക് ആവശ്യമായ വെള്ളവും ന്യൂട്രിയൻസും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജോലിയുടെ റൂട്ടിൻ്റെയാണ് അല്ലേ. അപ്പോൾ ഓരോ പാർട്ടിൻ്റെയും ജോബ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇപ്പോൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് കണ്ടുല്ലേ. വൈൻ ആയിട്ട് വള്ളിച്ചെടികൾ കണ്ടു, അതുപോലെ തന്നെ വാട്ടറിൽ വളർന്ന പ്ലാന്റ്സ്, പിന്നെ പ്ലാന്റ്സിൻ്റെ ഓരോ ഭാഗങ്ങളുടെ ഫങ്ഷൻസൊക്കെ കണ്ടു. ഇനി വെറൈറ്റീസ് ഓഫ് ലീവ്സ് ആണ്, പ്ലാന്റ്സിൻ്റെ ഇലകളിലുള്ള വ്യത്യാസം. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ലിസ്റ്റിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദെയർ ലീവ്സ്. നിങ്ങളുടെ ഗാർഡനിലുള്ള ചെടികൾ ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ ലീഫിൻ്റെ പ്രത്യേകതകൾ എഴുതാനാണ്. ഇവിടെ എന്ത് ചെയ്യുക? നെയിം ഓഫ് ദ പ്ലാന്റ്സ്, ചെടിയുടെ പേര്, പിന്നെ ഷേപ്പ്, ഇലയുടെ ലീഫിൻ്റെ ഷേപ്പ് ചോദിക്കുന്നുണ്ട്. ദെൻ ലീവ്സിന് സ്മെല്ലുണ്ടോ? ഡു ലീവ്സ് സ്മെൽ? ദെൻ കളർ ഓഫ് ദി ലീവ്സ്, ലീവ്സിൻ്റെ കളർ എന്താണ്? ഇങ്ങനെയാണ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. അതിലൊരു എക്സാമ്പിൾ അവിടെ ചെയ്തിട്ടുണ്ട്. തുമ്പയുടെ ഇല എങ്ങനെയാണ്? ലോങ് ആൻഡ് ടേപ്പറിങ് ആണ്. ടേപ്പറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറ്റം കൂർത്തിരിക്കുന്നത്. അപ്പം നീളം കൂടിയ അറ്റം കൂർത്തിരിക്കുന്ന ഇലയാണ് തുമ്പയ്ക്കുള്ളത്. തുമ്പയുടെ ലീവ്സിന് സ്മെല്ലുണ്ടോ? യെസ്. കളർ എന്താണ്? ഗ്രീനാണ്. ഇനി അതുപോലെ നിങ്ങളിതിനെ കംപ്ലീറ്റ് ചെയ്യണം. രണ്ടാമത്തെ എക്സാമ്പിളായിട്ട് നമുക്ക് സ്പിനാച്ച് കൊടുക്കാം. ചീരയുടെ ഇലയുടെ ഷേപ്പ് എന്താണ്? സ്മാളാണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള ലീഫാണ്. ഡു ലീവ് സ്മെൽ? ചീരയുടെ ഇലക്ക് സ്മെല്ലുണ്ടോ? ഇല്ല. അതിൻ്റെ കളർ ഏതൊക്കെയാണ്? ഗ്രീനുണ്ട്, അതുപോലെ തന്നെ പിങ്ക് ആയിട്ടുള്ള ചീരയുണ്ട് അല്ലേ. ദെൻ മാംഗോ ട്രീയുടെ ലീഫ് എങ്ങനെയാണ്? ലോങ് ആൻഡ് ടേപ്പറിങ് ആണ്. മാംഗോ ട്രീയുടെ ലീഫിന് സ്മെല്ലുണ്ട്, അതിൻ്റെ കളർ എന്താണ്? ഗ്രീനാണ്. ദെൻ കോക്കനട്ട് ട്രീ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലീഫ് എങ്ങനെയാണ്? ലോങ് ആണ്, ടേപ്പറിങ് ആണ്, സ്മെല്ലില്ല, കളർ ഗ്രീനാണ്. വാട്ട് ഡിഫറൻസസ് ഡിഡ് യു ഫൈൻഡ്? ട്രൈ ടു റൈറ്റ് ദം ഡൗൺ. ഇനി എന്തൊക്കെ ഡിഫറൻസസ് ആണ് ഓരോ ചെടികളുടെ ഇലയിലും നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്? ദർ ഈസ് വെറൈറ്റി ഇൻ കളേഴ്സ് അല്ലേ. കളേഴ്സിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ ചെടികളുടെ ഇലകൾ. ദെൻ ദർ ആർ ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസസ്. ഇലകളുടെ ഷേപ്പ്, ആകൃതിയിലും അതുപോലെ തന്നെ വലിപ്പത്തിലും വ്യത്യാസമുണ്ട്. സം ലീവ്സ് ഹാവ് സ്മെൽ. ചില ലീവ്സിന് എന്താണ്? സ്മെല്ലുണ്ട്, മറിച്ച് ചില ലീവ്സിന് സ്മെല്ലില്ല. പ്ലേസ് ദ ലീവ്സ് അണ്ടർനീത്ത് ദ പേപ്പർ ആൻഡ് ഡ്രോ ഓവർ ഇറ്റ് വിത്ത് ക്രയോൺ. ഒബ്സർവ് ദ പാറ്റേൺ. ഇനി രസകരമായിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണല്ലേ. ഒരു ഇല എടുത്ത് ഒരു പേപ്പറിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യുക? ക്രയോൺസ് കൊണ്ട് വരച്ചിട്ട് ആ ഒരു ഇലയുടെ പാറ്റേൺ ഒബ്സർവ് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഇലകളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വരച്ച് നോക്കാം. ലീഫ് ഫിഗേഴ്സ് ഇവിടെ പിക്ചറിൽ കാണാം. ഇല വെച്ച് ഉണ്ടാക്കിയ ഒരുപാട് ഫിഗറുകളാണ്, ചിത്രങ്ങളാണ്. സീ ദ ഫിഗേഴ്സ് ഓഫ് ക്രീച്ചേഴ്സ് മെയ്ഡ് യൂസിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലീവ്സ്. ക്യാൻ യു മേക്ക് സിമിലർ ഫ്ലവേഴ്സ്? ഇല വെട്ടിയൊക്കെ ഒട്ടിച്ചുണ്ടാക്കിയ പല അനിമൽസിൻ്റെ ബേർഡ്സിൻ്റെയൊക്കെ ഇമേജസ് ആണല്ലേ. ഇതുപോലെ ഇലകൾ യൂസ് ചെയ്ത് നിങ്ങളോട് നിങ്ങളുടെ നോട്ടിൽ ഇങ്ങനെ ഇമേജസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇലയുടെ വെറൈറ്റീസാണ് ഇതുവരെ പഠിച്ചത്. ഇലയുടെ ഷേപ്പിലും കളറിലും സൈസിലൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി വെറൈറ്റി ഇൻ ഫ്ലവേഴ്സാണ്. പൂക്കളിലും ഡിഫറൻസ് ഇല്ലേ? എല്ലാ ചെടികളുടെ പൂക്കൾ ഒരുപോലെയാണോ? കാണാനോ സ്മെല്ല് കളറൊക്കെ ഒരുപോലെയാണോ? അല്ല അല്ലേ. വൈ ഡസ് ദിസ് പ്ലാന്റ് സേ നോട്ട് ടു പ്ലക്ക് ഹിറ്റ്സ് ഫ്ലവേഴ്സ്? ഇവിടെ ഒരു പ്ലാന്റ് തൻ്റെ പൂ പറിക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്? ഹൂ ആർ ബെനിഫിറ്റഡ്? എന്തൊക്കെയാണ് പൂക്കളുടെ ബെനിഫിറ്റ്സ്? എന്തിനാണ് ചെടിയിൽ പൂക്കൾ ഉണ്ടാവുന്നത്? ഈ പൂക്കൾ കൊണ്ട് ആർക്കൊക്കെയാണ് ലാഭം ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ ഇതിൽ നിന്നും എന്തൊക്കെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം. ബീസ് ഗെറ്റ്സ് ഹണി. തേനീച്ചകൾക്ക് എന്താണ്? തേൻ ലഭിക്കുന്നുണ്ട് അല്ലേ. ദെൻ മേക്ക് പ്ലാന്റ് അട്രാക്റ്റീവ്. പിന്നെ പൂവ് എന്താ ചെയ്യുന്നത്? ആ ഒരു ചെടിയെ മനോഹരമാക്കുന്നുണ്ട്. സ്വീറ്റ് ഫ്രാഗ്രൻസ്. ചില പൂക്കൾക്ക് എന്താണ്? വളരെ സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ല്, മണം ഉണ്ടാവാറുണ്ട്. ദെൻ ബട്ടർഫ്ലൈ ഗെറ്റ് ഹണി. തേനീച്ചകളെ പോലെ തന്നെ പൂമ്പാറ്റകൾക്കും അവരുടെ ഭക്ഷണം കിട്ടുന്നത് ചെടികളിൽ നിന്നാണ്. ദെൻ മെഡിസിനൽ വാല്യൂസ്. ചില പൂക്കൾക്ക് എന്താണ്? മരുന്നുകളുടെ ഗുണമുണ്ട്, ചിലത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പൂക്കൾക്ക് എന്താണ്? വളരെയധികം ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. പിന്നെ വേണമെങ്കിൽ ഓർണമെൻ്റൽ യൂസ് എന്ന് കൊടുക്കുക. അതായത് നമ്മൾ മുല്ലപ്പൂവൊക്കെ തലയിൽ ചൂടാനും അലങ്കരിക്കാനൊക്കെ എടുക്കാറുണ്ട് അല്ലേ. ദെൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സാണ്, പലതരം പൂക്കൾ. ഇവിടെ കുറച്ച് പൂക്കളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേര് എഴുതാനാണ്. ആദ്യത്തെ എന്താണ്? റോസ്. ദെൻ കാഷ്യ കണിക്കൊന്ന, ജാസ്മിൻ മുല്ല,
പോർട്ടുലാക്ക അല്ലെങ്കിൽ നമ്മുടെ 10 മണിച്ചെടി, ദെൻ സീനിയ, മേരി ഗോൾഡ്, മല്ലിക. ഇത്രയും ചെടികളുടെ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ പേര് താഴെ എഴുതി കൊടുക്കുക. Find out the name of flowers given in the pictures and write them in the space provided. നമ്മൾ ഓൾറെഡി ചെയ്തു. മുകളിൽ കൊടുത്ത ഫ്ലവേഴ്സിൻ്റെ പേര് എഴുതാനാണ്. How do they differ other than in smell, color and shape? Observe more flowers and write about them in environmental science diary. ഈ ഒരു പൂക്കളുടെ സ്മെല്ല്, കളറ്, ഷേപ്പ് ഇതല്ലാതെ എങ്ങനെയൊക്കെയാണ് ഇവർ വ്യത്യസ്തമായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളുടെ EVS ഡയറിയിൽ എഴുതാനാണ്. ഇപ്പോൾ പൂക്കളുള്ള ചെടികളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞതല്ലേ. എല്ലാ ചെടികൾക്കും പൂക്കളുണ്ടോ? അപ്പോൾ നിങ്ങളെ ഗാർഡനിൽ നോക്കിയാൽ എല്ലാ ചെടിയിലും പൂവുണ്ടോ? ഇല്ല അല്ലേ. ചില ചെടികൾ നോൺ ഫ്ലവറിങ് ആണ്, അതായത് പൂവില്ല. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ചെടികളൊക്കെ പൂവില്ലാത്ത ചെടികളാണ്. ഹാവ് യു സീൻ ദ പ്ലാന്റ്സ് ഗിവൺ ഇൻ ദ പിക്ചർ? ഇത്തരത്തിലുള്ള ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡു ദേ ബ്ലൂം? അവ പൂ ഉണ്ടാവുമോ എന്നാണ് ചോദിക്കുന്നത്. ഡു ആൾ പ്ലാന്റ്സ് ബ്ലൂം? എല്ലാ ചെടികളിലും പൂവ് ഉണ്ടാവുമോ? സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. സെർച്ച് ചെയ്ത് കണ്ടെത്താനാണ്. ദ മേജർ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആർ റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. ഒരു ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതിൻ്റെ വേരുകളും തണ്ടും ഇലയാണ്. ഫ്ലവേഴ്സ് ഡെവലപ്പ് അറ്റ് എ സ്റ്റേജ് ഓഫ് ദ പ്ലാന്റ്സ് ഗ്രോത്ത്. ഇനി ആ ചെടി വളർന്നു വരുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് അതിൽ പൂക്കൾ ഉണ്ടാകുന്നത് അല്ലേ. ഫ്ലവേഴ്സ് ദെൻ ബിക്കെയിം ഫ്രൂട്ട്സ്. പിന്നീട് ആ പൂവിൽ നിന്നാണ് പലപ്പോഴും പഴങ്ങൾ ഉണ്ടാകുന്നത്. ആൾ പ്ലാന്റ്സ് ഡു നോട്ട് ബ്ലൂം. പക്ഷേ എല്ലാ ചെടികളിലും പൂവ് ഉണ്ടാവണമെന്നില്ല. ആൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ് ആൾസോ. അതുപോലെ തന്നെ ചെടിയിൽ ഉണ്ടാവുന്ന എല്ലാ പൂക്കളും പഴങ്ങളും ആവണമെന്നില്ല. അപ്പോൾ എല്ലാ ചെടികളിലും പൂക്കളുണ്ടോ? ഇല്ല. എല്ലാ ചെടികളിലും പഴങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല അല്ലേ. ഹാവ് യു സീൻ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ പ്ലേസസ് വിത്തൗട്ട് സഫീഷ്യൻറ്റ് വാട്ടർ? ഇനി വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വെള്ളം കുറവുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ചെടികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആ പിക്ചറിൽ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, കള്ളിമുൾ ചെടിയുടെ പിക്ചർ. അത് എവിടെ ഉണ്ടാകുന്നത്? മരുഭൂമിയിലാണ്, വെള്ളമില്ലാത്ത സ്ഥലത്താണല്ലേ. അപ്പോൾ അവയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഡീപ്പ് റൂട്ട്സ് ആയിരിക്കും അവിടെ. റൂട്ട് വേരുകൾ വളരെ ആഴത്തിലേക്ക് പോകും. ദെൻ തിക്ക് സ്റ്റെമ്മായിരിക്കും, കട്ടിയുള്ള സ്റ്റെമ്മായിരിക്കും. അതിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ സ്മോൾ ലീവ്സ്, പലപ്പോഴും ചെറിയ ചെറിയ ഇലകളായിരിക്കും. ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കാക്ടസ്, നമ്മുടെ കള്ളിമുൾച്ചെടി, അതേ വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് അലോവേറ അല്ലെങ്കിൽ കറ്റാർ വാഴ എന്ന് പറയുന്നത്. ഇനി ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ചെടിയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്, നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് എ റെയർ പ്ലാന്റ് ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ 12 ഇയേഴ്സ്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന വളരെ റെയർ ആയിട്ടുള്ളൊരു ചെടിയാണ്. വൺസ് ദ ഫ്ലവർ ബ്ലൂംസ് ഇറ്റ് വിൽ സ്റ്റേ വിതൗട്ട് വിതറിങ് ഫോർ അപ് ടു 3 months. ഈ ഒരു പൂ വിരിഞ്ഞാൽ ഏകദേശം 3 മാസത്തോളം ഇത് വാടാതെ കൊഴിഞ്ഞു പോവാതെ നിൽക്കും. ദേ ആർ ബ്ലൂ ഇൻ കളർ. അതിൻ്റെ കളർ എന്താണ്? നീല കളറാണ്. നീലഗിരി ഹിൽസ് ഗെറ്റ് ഇറ്റ്സ് നെയിം ഫ്രം ദ ഫ്ലവർ നീലക്കുറിഞ്ഞി. ഇത് കാണപ്പെടുന്ന സ്ഥലം എവിടെയാണ്? നീലഗിരി മലകളിൽ നിന്നാണ്. ആ നീലഗിരി എന്ന പേര് അതിന് വരാൻ കാരണം തന്നെ ഈ ഒരു നീലക്കുറിഞ്ഞിയുടെ നീല കളറാണ് കേട്ടോ. അപ്പോൾ 12 വർഷത്തിലൊരിക്കലാണിത് പൂക്കുന്നത്. അതുപോലെ തന്നെ പൂത്ത് കഴിഞ്ഞാൽ 3 മാസമൊക്കെ വാടാതെ നിൽക്കുന്ന ഒരു ചെടി കൂടിയാണ് നീലക്കുറിഞ്ഞി. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? എന്താണ് ഈ ചെടികളുടെ ഗുണങ്ങൾ? ഇവിടെ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ചെടികളെ പല രീതിയിലാണ് ഓരോ അനിമൽസ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ചെടിയുടെ ഗുണങ്ങൾ? ദേ ഗിവ് ഷെയ്ഡ്, തണൽ നൽകുന്നു. പിന്നെയോ ദേ ഗിവ് ഫുഡ്, നമുക്കുള്ള ഭക്ഷണം നൽകുന്നുണ്ട്. ദെൻ ദേ ഗിവ് ഓക്സിജൻ, നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ തരുന്നുണ്ട് അല്ലേ. ദെൻ ഷെൽട്ടർ ഫോർ മെനി ബേർഡ്സ് ആൻഡ് അനിമൽസ്, ഒരുപാട് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഷെൽട്ടർ, താമസ സ്ഥലം നൽകുന്നുണ്ട്. ദെൻ പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് തടയുന്നുണ്ട്. മണ്ണിൽ അതിൻ്റെ വേര് കൊണ്ട് ഒരു ഹോൾഡ് ഉണ്ടാക്കിക്കൊണ്ട് മണ്ണൊലിപ്പിനെ തടയുന്നു. പിന്നെയോ മെഡിസിനൽ യൂസ് എന്ന് എഴുതാം. ചില ചെടികളെന്നാണ് മരുന്നുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദ എർത്ത് ഗ്രീൻ ബൈ പ്ലാന്റിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് പ്ലാന്റ്സ്. ഡോണ്ട് യു തിങ്ക് സോ? ഇനി ഈ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ മനുഷ്യരുടെ ജോലിയാണ്, അല്ലെങ്കിൽ നമ്മളെ ഡ്യൂട്ടിയാണ് എന്നാണ് പറയുന്നത്. നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ പ്ലാന്റ്സൊക്കെ നട്ട് ഭൂമിയെ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നതാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മെസ്സേജ്. ഇനി ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ഓഫ് ദ പ്ലാന്റ്സ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ്
down the categories in which they belong to, identify more examples and note down their features. ഈ താഴെ കൊടുത്തിരിക്കുന്ന ചെടികളുടെ പേര് അത് ഏത് കാറ്റഗറിയിലുള്ളതാണ്, അതുപോലെ തന്നെ അവരുടെ ഫീച്ചേഴ്സാണ്. അതിൽ ആദ്യത്തെ ചെടി തുമ്പയാണ് അല്ലേ. തുമ്പ ഒരു ഹേർബാണ്, ഔഷധ സസ്യമാണ്. അതെങ്ങനെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്മോൾ ഇൻ സൈസ്, പിന്നെ സ്റ്റെം എന്താണ്, സോഫ്റ്റാണ്, പിന്നെ ഫ്യൂ മന്ത്സ് മാത്രമേ അവ നിലനിൽക്കുള്ളൂ. ദെൻ രണ്ടാമത്തേത് റോസാണ്. റോസ് ഒരു ഷ്രബാണ്. അതെന്താണ്, ഹെർബിനേക്കാളും ബിഗ് സൈസാണ്. സ്റ്റെമ്മ് കുറച്ചുകൂടെ ഹാർഡാണ്. വർഷങ്ങളോളം ഇയേഴ്സ് ഓഫ് ലൈഫ് സ്പാൻ ഉണ്ട്. ദെൻ കോക്കനട്ട് ട്രീ ആണ്. അതൊരു മരത്തിൻ്റെ വർഗ്ഗത്തിൽ, ട്രീ എന്നുള്ള കാറ്റഗറിയിലാണ്. വെരി ബിഗ് സൈസ് ആയിരിക്കും, വെരി ഹാർഡ് സ്റ്റെമ്മായിരിക്കും, അതുപോലെ തന്നെ മെനി ഇയേഴ്സ് ഓഫ് ലൈഫ് സ്പാനും ഉണ്ട്. കളർ ദ ഫ്ലവേഴ്സ് അപ്രോപ്രിയേറ്റ്ലി. താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലവേഴ്സ് കറക്റ്റായിട്ട് കളർ ചെയ്യാനാണ്. വൈ ഡിഡ് യു സെലക്ട് ദിസ് കളർ? എന്തിനാണ് ഈ ഒരു കളർ നിങ്ങൾ സെലക്ട് ചെയ്തത്? കാറ്റഗറൈസ് ദ ഫ്ലവർ പ്ലാന്റ്സ് ദാറ്റ് യു നോ ഇൻ ഓർഡർ ഗിവൺ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ ഈ ഒരു ഫ്ലവേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാനാണ്. ഇവിടെ കളർ ചെയ്യാൻ ഏതൊക്കെ ഫ്ലവറാണ് തന്നിട്ടുള്ളത്? ചെമ്പരത്തി തന്നിട്ടുണ്ട് അല്ലേ, ഹിബിസ്കസ്, ദെൻ ലോട്ടസ്, അതുപോലെ തന്നെ ജാസ്മിൻ. അങ്ങനെ 3 ഫ്ലവേഴ്സാണ് നിങ്ങൾക്ക് കളർ ചെയ്യാൻ തന്നിട്ടുള്ളത്. ഈ ടേബിളിൽ എന്താണ്? പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ 1 കളർ. ഒറ്റ കളറിൽ മാത്രം പൂക്കൾ കാണുന്ന ചെടികൾ. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. പല കളർ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉള്ള പൂക്കളോടെ എഴുതേണ്ടത്. ഇനി ഒരു കളറിൽ കാണുന്ന ഏതൊക്കെയാണ്? ജാസ്മിൻ, അത് വൈറ്റ് ആണ് അല്ലേ. ദെൻ നീലക്കുറിഞ്ഞി, അത് ബ്ലൂ ആണ്. ദെൻ നിശാഗന്ധി, അതും വൈറ്റ് ആണ്. പിന്നെ പല കളറ് പൂവുള്ള ഒരുപാട് ചെടികളുണ്ട്. റോസ്, ഹിബിസ്കസ്, ലോട്ടസ്, പോർട്ടുലാക്ക. കൂടുതൽ ചെടികൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. വാട്ട് അബൌട്ട് ദ ഗ്രോത്ത് ഓഫ് ദ സാപ്ലിങ്സ് ദാറ്റ് യു പ്ലാന്റഡ്? ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നിങ്ങളോടൊരു തൈ നടാൻ പറഞ്ഞിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഒരു വിത്ത് നട്ട് ചെടിയാക്കാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഡ്രോ എ പിക്ചർ ആൻഡ് മാർക്ക് ഇറ്റ്സ് പാർട്സ്. നിങ്ങളുടെ ചെടിയുടെ പിക്ചർ വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഹൗ ഡസ് ദിസ് പ്ലാന്റ് ബെനിഫിറ്റ് അസ് ആൻഡ് അതർ ഓർഗാനിസംസ്? നിങ്ങൾ നട്ട ചെടി എങ്ങനെയാണ് നിങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കും ഉപയോഗം എന്തൊക്കെയാണ് എന്ന് എഴുതാനാണ്. ദെൻ ഇതിൻ്റെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ഒന്ന് നോക്കിയാലോ. ഫൈൻഡ് ഔട്ട് എനി 5 plants in your surroundings and create their green card using details given below. നിങ്ങളുടെ ചുറ്റുള്ള 5 ചെടികൾ കണ്ടെത്തിയിട്ട് അവയ്ക്ക് ഗ്രീൻ കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ്. ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് ദ പ്ലാന്റ് എന്നാണ് തുളസി. തുളസി ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഒരു ഹേർബാണ്. പിന്നെ ഏത് ഭാഗമാണ് തുളസിയുടെ നമ്മൾ നടാറുള്ളത്? അതിൻ്റെ സ്റ്റെമ്മ് നടാം, അതുപോലെ തന്നെ സീഡ്. ദെൻ ലീവ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്മോളാണ്, ഫ്രാഗ്രൻസ് ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ മെഡിസിനലാണ്. ഇനി ഫ്ലവേഴ്സ് ആണെങ്കിലോ ഫ്ലവേഴ്സും സ്മോളാണ്, പിന്നെ ബഞ്ചായിട്ട് ഇങ്ങനെ കൊലകളായിട്ടാണ് ഉണ്ടാവുന്നത്. അതിന് ഫ്രാഗ്രൻസ് ഉണ്ട്, സ്മെല്ലുണ്ട്. പിന്നെ സ്റ്റെം എങ്ങനെയാണ്? സോഫ്റ്റാണ്, തിന്നാണ്. ഇതുപോലെ നിങ്ങൾ 5 പ്ലാന്റ്സിനെ എടുത്തിട്ട് ഈ ഒരു ഗ്രീൻ കാർഡ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. നിങ്ങളെ ചുറ്റുമുള്ള 5 പ്ലാന്റ്സിനെ എടുത്താൽ മതി. Haven't you seen plants like hibiscus, rose and others with flowers of different colors in your surroundings? നിങ്ങളുടെ ചുറ്റും ഈ ഒരു ചെമ്പരത്തി, റോസ് പോലുള്ള ചെടികൾ കണ്ടിട്ടുണ്ടോ? ആ ചെടികളുടെ പ്രത്യേകത എന്താണ്? അവർക്ക് പല വെറൈറ്റീസ് ഉണ്ടല്ലേ. ഇപ്പോൾ പല കളറ് പൂവുള്ള റോസും ചെമ്പരത്തിയൊക്കെ ഉണ്ട്. ദേ ആർ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ദ സെയിം പ്ലാന്റ്. അവ എന്താണ്? ഒരേ ചെടിയുടെ തന്നെ പല വെറൈറ്റീസ് ആണല്ലേ. ഇപ്പോൾ റോസ്, മഞ്ഞ റോസ് ഉണ്ട്, വെള്ള റോസ് ഉണ്ട്, റെഡ് റോസൊക്കെ ഉണ്ട്. അതെന്താണ്? ആ റോസ് ചെടിയുടെ ഡിഫറെൻറ്റ് വെറൈറ്റീസാണ്. പ്ലാന്റ് സച്ച് കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ഇൻ യുവർ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്ത് നിങ്ങളെ ഗാർഡനിൽ നട്ടുപിടിപ്പിക്കാനാണ് ഈ ഒരു ടാസ്ക്. സോ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലുള്ള ഓരോ ആക്ടിവിറ്റീസും ചെയ്തു, അതുപോലെ തന്നെ അതിലുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതെല്ലാം ക്ലിയറായി നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി ബാക്കി യൂണിറ്റ്സൊക്കെ നമുക്ക് അപ്കമിങ് വീഡിയോസിലായിട്ട് ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു ഓൾ. കീപ് വാച്ചിങ്.